പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, റോമർ 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ആത്മീയമായ ഒരു ഉണർവിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ നിദ്ര വിട്ടുണരാൻ സമയമായിരിക്കുന്നു എന്ന പൗലോസപ്പോസ്തലൻ്റെ വാക്കുകൾ കാലത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ രക്ഷയുടെ സമയം നാം കരുതുന്നതിനേക്കാൾ അടുത്തിരിക്കുന്നു. രാത്രി അവസാനിക്കാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം. ലഹരി, ചതി, ലൗകിക ജഡിയ മ്ലേച്ഛതകൾ, കലഹം, അസൂയ, സോഷ്യൽ മീഡിയ ഭ്രമം, TV സീരിയൽ ഭ്രമം തുടങ്ങിയ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ നാം വ്യാപരിക്കരുത്. പകരം കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് മനസ്സിൽ പലവട്ടം നാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ ജീവിതശൈലി നമുക്ക് സ്വന്തമാക്കാം. പാപകരമായ ജഡികാഭിലാഷങ്ങൾക്ക് സഹോദരങ്ങളെ ഒട്ടും നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകരുത്. ജ്ഞാനസ്നാനത്തിലൂടെ നാം ക്രിസ്തുവിനെയാണ് ധരിച്ചത്. ഈ ലോകത്തിലെ തിന്മകളെ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ പോരാടാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തീയ മൂല്യങ്ങളാൽ നയിക്കപ്പെടണം, സമ്പുഷ്ടമാക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുമ്പോൾ നാം സജീവമായി അവിടുത്തെ സ്നേഹവും നീതിയും നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കണം. ഓരോ ദിവസവും ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അവിടുത്തെ വെളിച്ചത്തിൽ നടക്കാൻ നമുക്ക് പരിശ്രമിക്കാം. തിന്മയെ ദ്വേഷിച്ച് നന്മയെ മുറുകെ പിടിക്കാം. ഈ ആഗമനകാല ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നവീകരിക്കട്ടെ. ആമേൻ.